എയ്ത്ത് പേ കമ്മീഷൻ ആണല്ലേ. എയ്ത്ത് പേ കമ്മീഷൻ 2026 വരാൻ പോവാണ്. അപ്പോൾ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിറ്റ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ജോബുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച സാലറി എന്ന് പറയുന്നത് അല്ലേ. അതായത് കാലാകാലങ്ങളായിട്ട് വരുന്ന പേ കമ്മീഷനിലൂടെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ലഭിക്കുന്നത് ഏറ്റവും മികച്ച സാലറിയാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല പോസ്റ്റുകളുടെയും സാലറി നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രൈവറ്റ് സെക്ടറൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്ര മികച്ചതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ആളുകളെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ജോബിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. എന്നാൽ പുതിയ പേ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് എയ്ത്ത് പേ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ സാലറിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കാണ് സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നിക്കൽ എക്സാംസുകളിൽ വളരെ പ്രധാനപ്പെട്ട ടെക്നിക്കൽ എക്സാമാണ് RRBയുടെ ജൂനിയർ എഞ്ചിനീയർ, അതേപോലെ തന്നെ RRBയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, RRBയുടെ ടെക്നീഷ്യൻ, അത് ഗ്രേഡ് 1 ഉണ്ട്, ഗ്രേഡ് 3 ഉണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം പോസ്റ്റുകളിലെല്ലാം നിലവിലുള്ള സാലറി എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികൾ അതിൻ്റെ ബേസിക് പേ ഒക്കെ കാണുന്ന സമയത്ത് വലിയൊരു മോട്ടിവേഷൻ അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എയ്ത്ത് പേ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള സാലറി വർധനമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു എയ്ത്ത് പേ കമ്മീഷൻ എങ്ങനെയാണ് ഈ പോസ്റ്റുകളെയൊക്കെ എഫക്ട് ചെയ്യാൻ പോകുന്നത്, എത്രത്തോളം സാലറിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ആലോചിക്കാം, അതായത് ഇവിടെ നിങ്ങൾക്കറിയാം ഫിറ്റ്മെന്റ് ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സാലറി റിവൈസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഫാക്ടർ എന്താണെന്നുള്ളത് ഗവൺമെന്റ് ഫൈനലി അപ്രൂവ് ചെയ്തതിന് ശേഷമായിരിക്കും അത് ലഭിക്കുന്നുണ്ടാവുക. ഇപ്പം നിലവിൽ പ്രപ്പോസ്ഡ് ആയിട്ടുള്ളതും റൂമേഴ്സ് ആയിട്ട് പറയപ്പെടുന്നതുമായിട്ടുള്ള ഫിറ്റ്മെന്റ് ഫാക്ടറിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു സാലറി സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ഫൈനൽ ആയിട്ടുള്ളതല്ല, എന്നിരുന്നാലും ഇതിനോട് ചേർന്നിരിക്കുന്ന ഒരു നമ്പർ തന്നെയായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എയ്ത്ത് പേ കമ്മീഷൻ എഫക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പോൾ നിലവിലുള്ളത് 7th CPC ആണ്. ഓക്കെ, നിലവിലുള്ള ഈ ഒരു പേ കമ്മീഷൻ എന്ന് പറയുന്നത് 7th CPC ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എയ്ത്ത് പേ കമ്മീഷനിലേക്ക് ഇപ്പോൾ നിലവിലുള്ള ഡിയർനെസ് അലവൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് 50% ആയിട്ടുണ്ട് അല്ലേ. 50% എന്ത് ചെയ്തിട്ടുണ്ട്, ഡിയർനെസ് അലവൻസും ആ ഒരു ബേസിക് പേയും ആണ് ഇപ്പം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഇതിൽ ഫിറ്റ്മെന്റ് ഫാക്ടർ എക്സ്പെക്ട് ചെയ്യുന്നത്, ഈ എക്സ്പെക്ട് ചെയ്യുക എന്ന് പറയുന്ന ഈ ഒരു 2.28 മുതൽ 2.86 എന്ന് പറയുന്നത്, ഇത് ഞാൻ പറഞ്ഞ പോലെ റൂമേഴ്സ് ആണ്. എക്സാക്ട്ലി അങ്ങനെ ആവാൻ യാതൊരു സാധ്യതയില്ല. അതെന്താണെന്നുള്ളത് പറയണമെന്നുണ്ടെങ്കിൽ ഫൈനലായിട്ട് അപ്രൂവൽ വന്നതിന് ശേഷം മാത്രമേ ഫിറ്റ്മെന്റ് ഫാക്ടർ മൾട്ടിപ്ലയർ എന്താണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. പക്ഷേ 2.28 2.86 അല്ല, അതിൽ കൂടുതൽ വേണമെന്നുള്ളതാണ് സ്റ്റാഫ് സൈഡിൽ നിന്നുള്ള റിക്വസ്റ്റ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ വരിക. അപ്പോൾ എന്താണ് ഫൈനലായിട്ട് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഫിറ്റ്മെന്റ് ഫാക്ടർ എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു പുതിയ സാലറി സ്ട്രക്ചർ വരാൻ പോകുന്നത്. അപ്പോൾ റിവൈസ്ഡ് എയ്ത്ത് പേ സ്കെയിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, പുതിയൊരു ബേസിക് പേ അവിടെ ഫോം ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സാലറി സ്കെയിൽ എപ്പോൾ മുതലാണ് എഫക്റ്റീവ് ആവുക, ജാനുവരി 1 മുതലാണ്. എന്നാൽ ജാനുവരി 1 2026 മുതൽ പുതിയ സാലറി ലഭിക്കുമോ, ഒരിക്കലുമില്ല. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അരിയേഴ്സ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, ലഭിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ ഓരോ കാറ്റഗറി വൈസ് നമ്മൾ നോക്കുക, ഓരോ വർഷങ്ങളിൽ നടന്ന ഫിറ്റ്മെന്റ് ഫാക്ടർ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ 2006 6th CPC വന്ന സമയത്ത് 1.86 ആയിരുന്നു ഫിറ്റ്മെന്റ് ഫാക്ടറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്നാൽ 7th CPC നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ 2.57 ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫിറ്റ്മെന്റ് ഫാക്ടറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇപ്പോൾ ഇത് അടുത്തതാണ് എയ്ത്ത് പേ കമ്മീഷൻ ആണല്ലേ. എയ്ത്ത് പേ കമ്മീഷൻ 2026 വരാൻ പോവാണ്. അപ്പോൾ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിറ്റ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത്, പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഫിറ്റ്മെന്റ് ഫാക്ടർ 2.28 മുതൽ 2.86 ആണ്. ഇത് ഫിനാൻഷ്യൽ അനലിസ്റ്റുകൾ പറയുന്ന ഒരു ഫിറ്റ്മെന്റ് ഫാക്ടർ ആണ്. അപ്പോൾ എസ്റ്റിമേറ്റഡ് സാലറി റൈസ് എന്ന് പറയുന്നത് 25% to 30% ആയിരിക്കും. മിനിമം ബേസിക് പേ എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മിനിമം ബേസിക് പേ എന്ന് പറയുന്നത് 41,000 മുതൽ 51,480 വരെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതിൽ തന്നെ 50,000-ന്റെ മുകളിലായിരിക്കും ബേസിക് പേ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ നിങ്ങൾക്കറിയാം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അതിൻ്റെ ബേസിക് പേ 19,900 ആണല്ലേ. ആ 19,900 എന്നുള്ളത് എന്തായാലും കൂടും, അത് 51,480 വരെ എത്താം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അതേപോലെ തന്നെ RRB ജൂനിയർ എഞ്ചിനീയർ 35,400 ആണല്ലേ. അപ്പോൾ ആ ഒരു ബേസിക് പേ ഒക്കെ അതിൻ്റെ ഒരു ഫിറ്റ്മെന്റ് ഫാക്ടർ നമ്മളിപ്പോൾ ഈ ഒരു ഫിറ്റ്മെന്റ് ഫാക്ടർ നമ്മളൊരു 3 ഒക്കെ കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ എബവ് 1 lakh വരെ പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നാഷണൽ കൗൺസിൽ സ്റ്റാഫ് സൈഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രപ്പോസ്ഡ് ഫിറ്റ്മെന്റ് ഫാക്ടർ 3 മുതൽ 3.25
സ്വാഭാവികമായിട്ടും അത് എംപ്ലോയീസിൻ്റെ സൈഡിൽ നിന്നുള്ള റിക്വയർമെൻ്റ് ആണ്. പക്ഷേ അത് അത്രത്തോളം എന്ത് ചെയ്തോളുന്നില്ല, അവർ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തോളുന്നില്ല. ആനുവൽ ഇൻക്രിമെൻറ്റ് 7% വേണമെന്നാണ്. ഇപ്പം നിലവിൽ 3% ആണ് എന്ത് ചെയ്യുന്നത്, ആനുവൽ ഇൻക്രിമെൻറ്റ് വരുന്നത്. അപ്പം മിനിമം ബേസിക് പേ 57,000 എങ്കിലും വേണമെന്നാണ്. പക്ഷേ എന്നിരുന്നാലും 40,000-ൻ്റെയും 50,000-ൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ഒരു 50,000 എന്ന് പറയുന്ന ബേസിക് പേയിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു ഫിറ്റ്മെൻറ്റ് ഫാക്ടർ വന്നു കഴിഞ്ഞാൽ വരിക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അപ്പോൾ സാലറി സ്ട്രക്ചറിൽ വലിയ മാറ്റങ്ങൾക്കാണ് സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആദ്യം നമുക്ക് എൻട്രി ലെവൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ എൻട്രി ലെവൽ പോസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 18,000 മുതൽ 29,200 വരെയാണ് സാലറി വരുന്നത്. അപ്പോൾ ഈ എൻട്രി ലെവൽ പോസ്റ്റ് എന്ന് പറയുമ്പോൾ ലെവൽ 1 മുതൽ 5 വരെയാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റും അതേപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 1ഉം ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഒക്കെ വരുന്നത്. അപ്പോൾ ലോക്കോ പൈലറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 19,900 വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫിറ്റ്മെന്റ് ഫാക്ടർ ഒരു 3 ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് സാലറി എത്ര വരും? 54,000 എന്ന് പറയുന്ന നമ്പറിലേക്ക്. ഞാൻ പറഞ്ഞു 3 ഒരിക്കലും വരാൻ സാധ്യതയില്ല. 3 എന്ന് പറയുന്നത് പ്രപ്പോസ്ഡ് അല്ല, പ്രപ്പോസ്ഡ് ഫിറ്റ്മെന്റ് ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിപ്പോൾ ഒരു 2.86 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് 50,000-ൻ്റെ മുകളിലേക്ക് പോകും എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചേക്കുക. സോ ഇതാണ് എൻട്രി ലെവൽ. അപ്പോൾ എൻട്രി ലെവൽ തന്നെ 50,000-ൻ്റെ മുകളിൽ സാലറി ലഭിക്കാൻ പോകുന്നു. ഇനി അടുത്തത് ഗ്രൂപ്പ് ബി ലെവൽ, അതായത് ലെവൽ 6 മുതൽ 9 വരെ. ലെവൽ 6 മുതൽ 9 വരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ RRB ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റൊക്കെ അതിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രപ്പോസ്ഡ് ഫിറ്റ്മെന്റ് ഫാക്ടർ 3.05 ആണ്. അത് എക്സ്പെക്റ്റഡ് ആണ്, പക്ഷേ ആ ഒരു നമ്പറിലേക്ക് എത്തിക്കൊള്ളുന്ന നിർബന്ധമില്ല. അങ്ങനെ വന്നാൽ 1,08,000 ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു പ്രൊജക്റ്റഡ് മിനിമം ബേസിക് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സീനിയർ ലെവൽ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 3.10 പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 3.05 to 3.25. അപ്പോൾ ഈ ഒരു സാലറി സ്ട്രക്ചർ ഇത്രയും വലിയൊരു ഇൻക്രിമെന്റ് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് ഫിറ്റ്മെന്റ് ഫാക്ടർ ഫൈനലൈസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ആ ഒരു ഫൈനൽ ഇതിലേക്ക് നമ്മൾ എത്തേണ്ടത്. ഓക്കെ, ഇനി ഇപ്പം നിലവിൽ നമ്മൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള എൻട്രി ലെവൽ പോസ്റ്റിൻ്റെ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എൻട്രി ലെവൽ ഏറ്റവും മിനിമം ബേസിക് എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ്? 18,000 ആണ് അല്ലേ? അപ്പോൾ ഈ 18,000 എന്ന് പറയുന്നത് നമ്മൾ CPCയിൽ ഒരു പ്രൊജക്ഷൻ ഞാൻ പറഞ്ഞു 2.86 എന്ന് പറയുന്ന ഫിറ്റ്മെന്റ് ഫാക്ടർ. ആ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ പോലും 51,480 ആയിട്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 51,480 എന്ന് പറയുന്ന ഒരു ബേസിക് പേയിലേക്ക് അത് ഉയരുമെന്നുള്ളതാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. കാരണം ഓരോ മേഖലയിലും ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ ആണെങ്കിൽ 1 lakh എബോവ് പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ RRB ALPൻ്റെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും 50,000-ൻ്റെ മുകളിലേക്ക് 57,000-ൻ്റെ മുകളിലേക്ക് ബേസിക് പേ പോകും. പക്ഷെ അവിടെ റണ്ണിങ് അലവൻസ് കൂടി വരുമ്പോൾ അതും 1 lakhലേക്കൊക്കെ സാലറി എത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രൂപ്പ് സി ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1ലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 29,900 എന്നുള്ളത് അത് നേരെ 58,000-ൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യാൻ പോവുകയാണ്, അതിൻ്റെ ഈ ഒരു ഫിറ്റ്മെന്റ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് സാലറി ഇൻക്രിമെന്റ് വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ മേഖലയിലും സാലറി ഇൻക്രിമെന്റ് ആണ് വരാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗാർത്ഥികൾക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് ഈ ഒരു സാലറി സ്ട്രക്ചർ നിങ്ങളിലേക്ക് എഫക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാം നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഏറ്റവും മികച്ച ടൈം. അതായത് ഇപ്പം നിലവിൽ RRB ALPയുടെ ഒരു ഷോർട്ട് നോട്ടീസ് ഒക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ RRB ALPയുടെ നോട്ടിഫിക്കേഷൻ മെയ്യോട് കൂടി വരാൻ പോവാണ്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യണം. അതേപോലെ തന്നെ RRB ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷനും ഇനി അധികം വൈകാൻ സാധ്യതയില്ല. അടുത്ത 2-3 മാസങ്ങൾക്കുള്ളിൽ തന്നെ RRB ജൂനിയർ എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷനും വരും. അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെ നോട്ടിഫിക്കേഷൻ വരും, ഗ്രേഡ് 3യുടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിലെ ഓരോ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സാക്കരുത്. കാരണം അത്രയും മികച്ച സാലറി ഹൈക്കാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എൻട്രിയുടെ RRB കോഴ്സസിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻട്രിയുടെ RRB JEE ബാച്ചസിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.